രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ഈ പറയുന്ന പോലെ CPM-ലെ പോലെ തീവ്രത അളക്കാനൊന്നും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായത് കോൺഗ്രസ് അന്നെടുത്ത രാഹുലിന്റെ വിഷയത്തിൽ അന്നെടുത്ത ആ ഒരു നിലപാടായിരുന്നു. അപ്പൊ രാഹുലിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാകുന്നു. ആദ്യ ആരോപണം വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആള് താങ്കളാണ്. ഭാരവാഹിയായി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയാണ് താങ്കൾ. അപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞു അത് എന്താണ്, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുന്ന തലത്തിലായിരുന്നില്ലേ അത്. ഇനി രാഹുൽ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് തിരികെ വന്നാൽ പാർട്ടി സ്വീകരിക്കുമോ? അത് സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ മുമ്പിലും അതേപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ധാർമ്മികമായിട്ടും ഒരു വ്യക്തി ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ അത്തരം നിലപാട് ചർച്ച ചെയ്യേണ്ട സമയമോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു അവസരമോ അതിൻ്റെ ഒരു പശ്ചാത്തലമോ നിലവിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ അത് നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ പാർട്ടി നേതൃത്വം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എന്ന് പറയുന്നത് അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അന്ന് കേസില്ല, ഈ ആരോപണം മാത്രമാണ്. പക്ഷെ അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാട് അവരാണ് തിരുത്തേണ്ടത്, അതിൽ ഞാനാളല്ല. അപ്പോൾ അവർക്ക് ബോധ്യത്തിലെടുത്ത നടപടിയാണ്. ആ നടപടി എനിക്കെൻ്റെ ചില ബോധ്യത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ എനിക്കാകെ ഒരു കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ചില മാന്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് മദ്യപിക്കുന്നത് വലിയ തെറ്റുള്ള കാര്യമല്ല. ഇപ്പോൾ 2 പെഗ്ഗൊക്കെ അടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നൊക്കെ പോവുക, ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നില്ല. ഇപ്പോൾ ഒരു പൊതുയോഗത്തിൽ വന്ന് നിങ്ങൾ മുമ്പിലിരുന്നാൽ നിങ്ങൾ ആരോടും ചോദിക്കില്ല. പക്ഷേ ഞാൻ നാളെ 2 പെഗ്ഗടിച്ച് സ്റ്റേജ് മേൽ കയറി ഇരുന്നാൽ അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, അപ്പോൾ ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച് ഞാൻ തെറ്റുകാരനാണോ? നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, എന്നെ ഒരു കേസ് പോലും പെടുത്താനാവില്ല. പക്ഷെ എന്നെ അംഗീകരിക്കില്ല. അത് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വേണ്ട. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം നമ്മൾ അതിന് ചില എന്താ പറയുക ചട്ടക്കൂടുകളുണ്ട്. അത് അംഗീകരിക്കുന്നതിന് മാത്രമേ പൊതുരംഗത്ത് വരേണ്ട ആവശ്യമുള്ളൂ. അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തവർക്ക് മറ്റു പല മേഖലകളുമുണ്ട്. ആ മേഖലകൾ തേടി അവർ പോകണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചട്ടക്കൂടുകളും അതോടൊപ്പം തന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരും. ആ വിമർശനം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. അത് സ്വയം മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ആ തരത്തിലുള്ള പിന്നെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആളുകൾ വരുന്നതിനിപ്പോൾ നമുക്കൊന്നും അതിലിപ്പോൾ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് നിരപരാധിത്വം തെളിയിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്കെന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതൊന്നും വ്യക്തിപരമായി എടുക്കുന്ന നിലപാടുകളല്ലല്ലോ. ചില ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ട്. വ്യക്തിപരമായിട്ടുള്ള നിലപാടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അതിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഈ പറയുന്ന വലിയ സ്ഥാനത്തിലേക്ക് എത്തിച്ചത് ഈ നേതാക്കന്മാർ തന്നെയാണ്. അവർ തന്നെയാണ് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുത്തത്. അപ്പോൾ അവർ പ്രോത്സാഹനം കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ പിന്തുണയും ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വമേധയാ ഇത്ര വലിയ സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് തിരിച്ച് കാണിക്കേണ്ടത് അദ്ദേഹം കാണിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തട്ടെ. അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ VD സതീശൻ ഉപതെരഞ്ഞെടുപ്പുകൾ, ആദ്യം വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സതീശന്റെ കണക്കുകൾ കൃത്യമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 4 കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞതും 2 കോർപ്പറേഷനിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞ കണക്കൊക്കെ കൃത്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 140-ൽ 100 സീറ്റ് ടീം UDF ലഭിക്കും എന്ന് പറയുന്നത് കറക്റ്റ് ആകും തോന്നുന്നുണ്ടോ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ? ഞാൻ അതിൽ 100% വിശ്വസിക്കുന്നവരാണ്. കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ഒരു കോൺഗ്രസ് ലീഡർ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ഈ ഐക്യവും കാണുന്നത്. അങ്ങനെ നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു നേതാവ്
തൻ്റെ പാർട്ടിയുടെ വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആത്മാർത്ഥത ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട്, ഞാൻ നേരത്തെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിയമസഭയിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ പോലും അവിടെ സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ തിരുത്തിക്കുന്ന നേതാവാണ് ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടുണ്ട്. ഇപ്പം വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുണ്ട്, വികസന രാഷ്ട്രീയവുമായിട്ട് കൃത്യമായ നിലപാടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ പറയാനാകും. അദ്ദേഹത്തിന് ജനങ്ങളെ പൾസ് അറിയാൻ പറ്റുന്ന നേതാവാണ്. അതുമാത്രമല്ല, ഞങ്ങളെ പാർട്ടിയിൽ ഒരുപാട് സീനിയറായ നേതാക്കന്മാരുണ്ട്. പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ, പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, ശ്രീ കെ മുരളീധരൻ, എം എം ഹസൻ, ഇവരൊക്കെ കൂട്ടി യോജിപ്പിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ടീം, അദ്ദേഹം പറയുന്നത് എന്താണ്, ജയിച്ചാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ടീമിനാണ്, തോറ്റാൽ നേതൃത്വത്തിനാണ്. അപ്പോൾ അങ്ങനെ ആർജവത്തോട് പറയുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് UDF കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏത് നേതാവാണ് പറഞ്ഞത് 100 സീറ്റ് ഞാൻ 100 സീറ്റുമായി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവാണ് ശ്രീ വി ഡി സതീശൻ. കേരളത്തിലെ പിണറായി വിജയനെ കുറിച്ചല്ല നമ്മൾ സാധാരണ പറയാറ്. പിണറായി വിജയൻ അങ്ങനത്തെ ഒരു ആർജവം ഉണ്ടോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണോ? അദ്ദേഹം തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ജനങ്ങളെ പൾസറിയുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം വന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അതാണ് ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം. ഈ പറയുന്ന പോലെ ടീം UDF മാറ്റി നിർത്താം. കോൺഗ്രസിന് 71 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും UDF സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസിന് ഈ പറയുന്ന പോലെ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ സീറ്റ് കിട്ടിയാൽ മാത്രമേ 100 സീറ്റ് കിട്ടിയ അധികാരത്തിൽ ഏൽക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്കത് നേടാൻ സാധിക്കും. അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അതിൽ നിങ്ങൾ മറ്റൊരു ദ്വയാർത്ഥം കാണണ്ട. കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം വേറെയുണ്ട്. അത് ആ തരത്തിലേക്കൊന്നും കോൺഗ്രസിന് ചിന്തയുമില്ല. കോൺഗ്രസ് ടീം UDF ആ ടീം UDF 100 സീറ്റ് അധികാരത്തിൽ പിടിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി മുഴുവൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഞങ്ങൾ സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സോഷ്യലായിട്ടുമുള്ള ഒരുപാട് ആളുകളെ, ഒരുപാട് സാമൂഹ്യ പ്രവർത്തകന്മാരൊക്കെ ഞങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരുന്നുണ്ട്. അവർ മുഴുവനായിട്ടും കോൺഗ്രസ്സുകാരാവണം നിർബന്ധമൊന്നുമില്ല. അവരൊക്കെ വിജയിക്കുമ്പോഴാണ് ഈ 100 സീറ്റ് കിട്ടുക. അപ്പോൾ ടീം UDF ആണ്. അതിൽ കോൺഗ്രസിന് എത്ര സീറ്റ്, മുസ്ലിം ലീഗിന് എത്ര സീറ്റ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഈ സ്വതന്ത്രന്മാർക്ക് എത്ര സീറ്റ് എന്ന കണക്കൊന്നുമില്ല. അതൊരു കൃത്യമാണ്. UDF 100 സീറ്റ് കേരളത്തിൽ ഉണ്ടാവും. വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് തിരിച്ചു വരും. കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനവുമായി കോൺഗ്രസ് വരും. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക, UDF പ്രകടന പത്രിക കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുന്നണി മുന്നോട്ട് വെക്കാത്ത, അത് പ്രകടന പത്രിക മാത്രമല്ല, അതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള അതിൻ്റെ സോഴ്സ് അതും കൂടിയും പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത, ഹോംവർക്ക് ചെയ്ത ഒരു പ്രകടന പത്രികയായിരിക്കും ഇത്തവണ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ പ്രകടന പത്രിക വെച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. CPM BJP കോൺഗ്രസിന്റെ പേരിൽ പറയുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ളവർക്കെല്ലാം അധികാരമോഹമാണ്. ഈ നിലവിൽ MP ആയി നിൽക്കുന്നവരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാജിവെച്ച് MLA സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നൊരു ആരോപണമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് എങ്ങനെ ബാധിക്കും? അല്ലെങ്കിൽ ഈ പല എംപിമാരും പറയുന്നുണ്ട് അവർ മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന് ആൻസർ പറയേണ്ട ആവശ്യമില്ല. MPമാർ മത്സരിക്കണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു അധികമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ശ്രീ KC വേണുഗോപാൽ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതൊക്കെ CPM-ന് ഞാനൊരു കാര്യം നിങ്ങളോട് മറുചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 9.25 വർഷക്കാലം ഭരിച്ചിട്ട് CPM ഇതല്ലാണ്ട് വേറൊന്നും പറയാനില്ലേ? CPM പറയുന്ന എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ലീഗാണ് ഭരിക്കുക, ഇവിടെ പിന്നെ MP-മാർ മത്സരിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരുപാട് സീനിയറായ നേതാക്കന്മാരുണ്ട്. CPM മാത്രം നേതാക്കന്മാരെ വളർത്താത്ത ഞങ്ങൾ കുറ്റമാണോ? CPM പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് തീരുമാനമെടുത്താൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തലയെടുപ്പ് നേതാവിനെ പോലും CPM പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ തവണ പറഞ്ഞത് 2 തവണ മത്സരിച്ചവരൊക്കെ മാറി നിൽക്കണമെന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ പിണറായി വിജയൻ അടക്കം പറഞ്ഞ് ഞാൻ അടുത്ത തവണ മാറി നിൽക്കുന്നു. ഇപ്പം പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിന് ഇളവ് കൊടുക്കാൻ പോകുന്നു, മറ്റുള്ളവർക്ക് ഇളവ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, അതിനെതിരായിട്ടുള്ളൊരു വലിയൊരു വികാരം CPM-നുള്ളിലുണ്ട്. അതിൻ്റെ പൊട്ടിത്തെറിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത്. അതും കൂടി കോൺഗ്രസിന് ഗുണം ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് CPM വല്ലാതെ വേവലാതിപ്പെടേണ്ട. ആ കോരിയ വെള്ളം AKG സെൻറ്ററിൽ തന്നെ വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ഏതായാലും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ MLA-മാരുടെ എന്താ പറയുക വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ് ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളത്. അവർ മുഖ്യമന്ത്രിയാക്കേണ്ടത്. പിന്നെ ഒരാളെ ഉയർത്തി കാണിക്കുക, ഒരാളാണ് ഇതിൻ്റെയൊക്കെ നേതാവ് എന്ന് പറയുന്നത് ഫാസിസമാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയല്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇത്തവണ പ്രകടന പത്രിക ജനങ്ങൾക്ക് എന്താണ് UDF നൽകാൻ പോകുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രകടന പത്രിക മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ RSSകാർ നേരിടുന്ന പോലെ CPM-മാർ നേരിടുന്ന പോലെ ഒരു ഐക്കൺ വെച്ച് അവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നവരൊക്കെ വെട്ടിക്കളയുന്നൊരു സമീപനം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ MLA-മാർ ജയിച്ചു കഴിഞ്ഞാൽ അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിലൊന്നൊരു തർക്കം ഉണ്ടാവില്ല. പ്രകടന പത്രിക അനുസരിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യും. CPM-ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കാം. ഒന്നും പറയാത്തൊരു ഗവൺമെൻറ്റിന് പറയാനുള്ള ഒരു എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുള്ളൂ.